കല്യാണത്തിൻ്റെ കാര്യത്തിൽ മോൾക്ക് കുറച്ചും കൂടി ക്ഷമ കാണിക്കായിരുന്നു. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ മമ്മിയുടെ പെർമിഷനോടെ നമുക്കിത് നടത്തായിരുന്നു. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട വന്നത്. അത് മാത്രമല്ല, വിഷ്ണുവിന് ഈ സമയത്ത് വേറെ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം മമ്മി സമ്മതിച്ചു എന്ന് തന്നെ വെച്ചോ, പപ്പ പൂർണ്ണ സമ്മതത്തോടെ ഞങ്ങളെ രണ്ടുപേരോട് കല്യാണം കഴിപ്പിച്ചു വിടുമായിരുന്നു. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പപ്പയ്ക്ക് ഒരു കാര്യത്തിനും വ്യക്തമായിട്ടൊരു തീരുമാനമില്ല. എല്ലാം മമ്മി പറയുന്ന പോലെ. അതാ പപ്പയുടെ ഏറ്റവും വലിയ കുഴപ്പവും. അത് മോള് പറയുന്നത് ശരി തന്നെയാണ്. പപ്പ കൊച്ചായിരിക്കുമ്പോൾ പപ്പയുടെ മമ്മി പറയുന്നത് കേട്ട് വളർന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ മോളുടെ മമ്മി പറയുന്നത് കേട്ടിട്ടു. കുറേയൊക്കെ നല്ലതുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളും. പപ്പ ഇന്ന് നമ്മുടെ ഹെഡ് ഓഫീസിൽ പോയില്ലേ? ഇല്ല മോളെ, എന്തോ ബിസിനസ്സിലൊന്നും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്, അവർ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പപ്പ ഒന്ന് ഇറങ്ങട്ടെ, മമ്മി ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? എന്താ മോളെ? ഒന്നുമില്ല പപ്പ. ഞാൻ മോളോടൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ മോൾക്കൊരു കൊച്ചു പ്രസൻറ്റ് തരട്ടെ. എന്ത് പ്രസന്റ്? വേറൊന്നുമല്ല, ഒരു ചെറിയ കാറ്. ലക്ഷറി കാറൊന്നും അല്ല കേട്ടോ, വളരെ കൊച്ചൊരു കാറ്. ഇവിടെ കാറൊന്നും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. മോൾക്ക് ഈ ടൗണിലോ മറ്റോ പോകണമെങ്കിൽ ബസ്സിലും ഓട്ടോയിലൊന്നും പോകണ്ടല്ലോ, ഒരു കാറുണ്ടാവുമല്ലോ. അതൊന്നും വേണ്ട പപ്പ, ഇനി വേറെ പ്രശ്നമാവും. അതൊന്നും വേണ്ട. ട്രാവൽ ചെയ്യാനല്ലേ മോളെ, ഇതിലെന്ത് പ്രശ്നം? ആ എന്തായി? കൊറേ നേരം ഇവിടെ വന്നിക്കണ, അതോട്ട് വരണല്ലേ? എന്താ മോളുടെ അടുത്ത് സംസാരിക്കാനും ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ടോ? അയ്യോ, നമ്മളങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ കുറേ നേരം ഇവിടെ നിൽക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നുമല്ലോ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞാണെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ മോൾക്കൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാ, ഒരു കാറ്. അത് നല്ല കാര്യമാണല്ലോ. പക്ഷെ അത് മോൾക്ക് മേടിച്ചു കൊടുത്തോ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട. പാടി. ഇത് ഈഗോയാ, സ്വന്തമായിട്ടൊരു കാറ് വാങ്ങത്തില്ല, വാങ്ങിച്ചു കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ റോട്ടിൽ നിന്നേ മക്കളെ കണ്ടിട്ട് പോണ അച്ഛന്മാരുടെ നിന്ന് കാറ് മേടിച്ചല്ലേ, അത് ഉപയോഗിക്കുന്ന ഒരു സുഖം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സംസാരമാണല്ലോ. അപ്പൊ പോവാൻ നോക്ക്, പോയിട്ട് പിന്നെ വാ. ടേക്ക് കെയർ. പടവലത്തെ അപ്പൂപ്പൻ്റെ അമ്മ എന്താ ഇങ്ങോട്ട് വിളിക്കാത്ത? അവരിങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അമ്മ അങ്ങോട്ട് വിളിക്കണം. അപ്പൊ അവരിങ്ങോട്ട് വിളിക്കൂലേ? ഇനിയിപ്പൊ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാലോ. അത് വേണ്ട. കേശു ഇവിടെ ഉണ്ടോ? ഇപ്പൊ വരും. അമ്മക്ക് തലവേദന ഉണ്ടോ അമ്മ? ഇല്ല. ഉറക്കം ശരിയാവാത്തതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അല്ല, അമ്മ പടവലത്തെ നെയ്യാറ്റിൻകരയിലെ കാര്യമൊക്കെ ചോദിക്കുന്നു. നമ്മളപ്പോ ഇനി നെയ്യാറ്റിൻകര ചെല്ലുമ്പോ അവര് നമ്മളടുത്ത് വഴക്കിന് വരുമോ? അവരെന്തിനാ നമ്മുടെ അടുത്ത് വഴക്കിന് വരണേ? അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവൂല അമ്മ. പിന്നല്ല, അവര് ചിലപ്പോ നമ്മൾ വരാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. ലച്ചു, കുഴിപ്പുറത്ത് പോവോ നീ? ഞാൻ പോവും. അവ പോയാൽ തിരിച്ചു വരൂലേ? പിന്നെ തിരിച്ചു വരാണ്ട് ഞാൻ എങ്ങോട്ട് പോവാനമ്മേ? എനിക്ക് അമ്മേനെ കാണാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഇങ്ങോട്ട് വരൂലേ? കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്നെ കാണണ്ടെന്ന് തോന്നിയാലോ? അമ്മ എന്തെന്നൊക്കെയാ അമ്മ പറയണേ? ഈ ജന്മത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ ചിന്ത വരുമോ അമ്മേ? അമ്മ എന്തൊരു സുഷമാന്റെ വിളിച്ചിട്ടേ ഈ നമ്മുടെ ഈ ഫുഡിന്റെ റെസിപ്പീസ് ചോദിക്കാൻ. സുഷമ ഇപ്പൊ എന്നെ വിളിക്കലില്ല, കൊറേ വിളിച്ചിട്ട്. സുഷമാന്റെ വിളിച്ചില്ലെങ്കിൽ പോട്ട്. അമ്മ എണീരമ്മ. അമ്മ എണീറ്റ് അങ്ങോട്ട് ചെന്ന് അടുക്കള ചെന്ന് 2-3 കറിയും ഉണ്ടാക്കും. കമോൺ. ലച്ചു, വിഷ്ണു ആ കൊച്ചു ഇവിടുന്ന് മാറി താമസിക്കുവോ? ഇല്ല. അപ്പൊ അവര് പറഞ്ഞല്ലോ ഇവിടുന്ന് പോകുന്നു, ഉടനെ പോവോ അപ്പൊ അവരിവിടുന്ന്? അമ്മക്ക് എന്താ അമ്മേ? അമ്മ ചേട്ടൻ അമ്മ എന്ന് പറഞ്ഞ ജീവനല്ലേ? എന്നിട്ട് അവൻ കല്യാണം കഴിച്ചിട്ട് എന്നോട് പറഞ്ഞൊന്നുമില്ലല്ലോ. ആ പെണ്ണോടുള്ള ഇഷ്ടം എന്നോട് പറഞ്ഞില്ല. വളർന്നപ്പോഴത്തേക്ക് അവൻ കുറെ മാറിപ്പോയി, സ്നേഹമൊന്നുമില്ല. നിങ്ങളുടെ അച്ഛന് വരില്ല മക്കളെ? വരില്ലായിരിക്കും അല്ലേ?
കേശുവേ അമ്മ എന്താടാ ഇങ്ങനെ? എനിക്ക് ആലോചിച്ചിട്ട് പിടിയിട്ടുണ്ട് ചേച്ചി. ചേച്ചി വന്നേ. എങ്ങോട്ട്? ആ ഞാൻ ഇന്നലത്തോടെ ശ്രദ്ധിക്കണത് അമ്മയുടെ ഈ മാറ്റം. അടുക്കളയിൽ എന്തൊക്കെയാ കാണിച്ചു വിട്ടണെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറൊക്കെ ഉണ്ട്, ആരും മൈൻഡ് ചെയ്യാൻ. ചേട്ടാ, ഞാൻ ചേട്ടനെ കുറ്റപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്. ചേട്ടൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ല മൂഡിലല്ലെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ചേട്ടൻ ചേട്ടൻ ഒരു നല്ല മൂഡിലാണെന്ന് അമ്മയെ ധരിപ്പിക്കണം. എന്നിട്ട് അമ്മയെടുത്ത് പോയി സംസാരിക്കണം. കാരണം അറിയാല്ലേ, പണ്ട് ചേട്ടൻ അമ്മ 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 എന്നാണ് എപ്പോഴും വിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് അമ്മയെടുത്ത് നേരെ സംസാരിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാവും? ശരി, ചേട്ടൻ ഓഫീസിലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാണും. എന്നാലും ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ വന്നേ പിന്നെ നീലുവമ്മയും വിഷ്ണു തമ്മിൽ ഒരു ഗ്യാപ്പ് വന്നെന്നാണോ? താൻ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറയണേ? എടാ നെഗറ്റീവ് അല്ലേ, ഉള്ള കാര്യമല്ലേ. നിമ്മ തന്നെ കണ്ടില്ലേ അടുക്കളയിൽ നീലുവമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞത്. ഈ ചേച്ചി ഉണ്ടല്ലോ, നല്ല സ്വഭാവത്തിൽ നിൽക്കുകയും ചെയ്യും, ടക്കനെ കടമറ ചവിട്ടുകയും ചെയ്യും. ചേച്ചിയുടെ പപ്പയുടെ അതേ സ്വഭാവം. എടാ നിങ്ങൾ രണ്ടുപേരും കൂടി അടി തുടങ്ങല്ല കേട്ടാ. അമ്മ ഭയങ്കര സ്ട്രെസ്സിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. എല്ലാവർക്കും അറിയാലോ. അത് തന്നെ പ്രശ്നം. നമ്മൾ ഈ കൂടുതൽ നിഗൂഢമായി അത് ശ്രദ്ധിക്കാൻ പോകണതാണ് വേറെ പ്രശ്നം. അതിൻ്റെ ആവശ്യമില്ല. അതെന്തോ ആയിക്കോട്ടെ, ചേട്ടനിടയ്ക്ക് സമയം കിട്ടുമ്പോഴത്തേക്ക് അമ്മയടുത്ത് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ചേട്ടൻ അറിയാവുന്നതല്ല ഇപ്പോഴത്തെ കണ്ടീഷൻ. ഞാൻ പോയി സംസാരിച്ചേനെ, പക്ഷെ ഞാൻ പോയാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂലല്ലോ. ആദ്യമേ നിങ്ങൾ ഇതിനെ നേരെയാക്കി നോക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി.